കോച്ചായിട്ടുള്ള സന്തോഷ് ബാബു, പിന്നെ മാധവ് മോഹൻ സാർ, നമ്മുടെ എന്താ പറയുക ഈ ഫാമിലി ബിസിനസിൻ്റെ എക്സ്പേർട്ടാണ്. പിന്നെ അതുപോലെ പല കേരളത്തിൽ നിന്ന് നമ്മുടെ മധു ഭാസ്കർ സാറുണ്ട്. അതുപോലെ നമ്മുടെ ആഷിഖ്, നമ്മുടെ ലീഗൽ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഷിഖ് ഉണ്ട്. പിന്നെ നമ്മുടെ IT എക്സ്പേർട്ട് ആയിട്ടുള്ള സുരേഷ് ഉണ്ട്. പിന്നെ സഹല പ്രവീണുണ്ട്. പിന്നെ അതുപോലെ ഇത്തരം ഏരിയയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണുള്ളത്. ഇതിന്റെ പർപ്പസ്, ഇതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു 1950, 75 വരെ നമുക്ക് ഒരു വെൽത്ത് അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ ജനസംഖ്യയിൽ വളരെ കുറവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു 75-ന് ശേഷമാണ് സ്വന്തമായി ബിസിനസ്സുകളും അല്ലെങ്കിൽ പല എക്സ്പോഷർ, ലോകം സഞ്ചരിക്കാനും ബിസിനസ് ചെയ്യാനൊക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യം, പുതിയ കാലഘട്ടത്തിൽ പുതിയ ജനറേഷൻ ഒക്കെ പുറം രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ആവാൻ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പുറകിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഒരു അവസരം ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള കുറച്ച് സ്റ്റഡീസ് ഒക്കെ അതിന് പുറകിലുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ